ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ, നമുക്കെല്ലാവർക്കും അഭിനന്ദനായ ഉസ്താദ് ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് അവർകളെ, സമാദരണീയരായ മൂസക്കുട്ടി അസ്രത്ത്, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദീഖ്, ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവ്, നാസർ ഫൈസി കൂടത്തായി, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, മുസ്തഫ മാസ്റ്റർ മുണ്ടുവാറ ഉൾപ്പെടെ വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ മഹത്തായ സംഗമത്തിൽ സംബന്ധിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. അതിന് തൗഫീഖ് നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്ന അൽഹംദുലില്ലാഹ്. ഇവിടെ വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷകരമായ ഒരു വാർത്ത ഞാൻ എന്റെ ഈ വേദിയിലും സദസ്സിലുമുള്ള അഭിവന്ദരായ സാദാത്യങ്ങളും ഉസ്താദുമാരും അടക്കമുള്ള ആലിമീങ്ങളും അടക്കമുള്ള ബഹുമാനപ്പെട്ട സഹോദരന്മാരുമായി പങ്കുവെക്കുകയാണ്. കോഴിക്കോട്, കാസർഗോഡ് മുതൽ മലപ്പുറം ജില്ല ഉൾപ്പെടെ പാലക്കാട് വരെയുള്ള പ്രദേശങ്ങൾ അധികാരപരിധിയായി പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ കേരള വഖഫ് ട്രിബ്യൂണലിൽ അംഗമെന്ന് പറഞ്ഞാൽ 3 അംഗങ്ങളാണ്. 3 പേരും ജഡ്ജിമാരാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ പദവിയാണ് ആ ട്രിബ്യൂണലിൽ. ആ ജഡ്ജിയുടെ പദവിയുമാണ് അതിലെ അംഗങ്ങൾ. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണൽ എന്നാ പറയാം. ട്രിബ്യൂണലായി നമ്മുടെ അഭിവന്ദ്യ പ്രസ്ഥാനമായ അഭിമാനമായ SKSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഔദ്യോഗികമായി നിയമിക്കപ്പെട്ട വിവരം ഞാനിവിടെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അത് ഒരു മഹത്തായ പദവിയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിലെ പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായെയും അതിന്റെ പോഷക സംഘടനയായ SKSSFനുമുള്ള ഒരു ഔദ്യോഗിക അംഗീകാരമായി ഞാൻ അതിനെ കാണുന്നു. അത് ഈ സമൂഹത്തിന്, നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ നീതി സംരക്ഷണത്തിനായി പോരാടാനുള്ള ഒരു വേദിയായി ബഹുമാനപ്പെട്ട ഓണംപള്ളി ഫൈസി അവറുകൾക്ക് ആ നിലയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമൂഹത്തിന് അവിഹിതമായൊന്നും വേണ്ടതില്ല ഫൈസി. ഈ സമൂഹത്തിന് വേണ്ടത് നീതി മാത്രമാണ്. ഏതെങ്കിലും അധികാരി വർഗങ്ങളുടെ കയ്യും കാലും പിടിച്ച് താകാവുന്നതിന്റെ അപ്പുറത്ത് താഴ്ന്ന് നമ്മളെ അവകാശപ്പെട്ട നീതി നിഷേധിപ്പിക്കാൻ തൽപര കക്ഷികൾ ശ്രമിക്കുമ്പോൾ എന്തു തന്നെ വന്നാലും ഈ സമൂഹത്തിന്റെ ലഭ്യമാവേണ്ട അവകാശമായ നീതി അവർക്ക് ലഭ്യമാക്കാൻ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് അങ്ങ് ആ പദവിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യണം എന്നുകൂടി ഞാൻ എന്റെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വിനയബുദ്ധ്യ ഉപദേശിക്കുകയാണ്. അതിനോടനുബന്ധിച്ച ഒരു ചെറിയ ജുഡീഷ്യൽ സംവിധാനത്തിലെ അംഗമായ എനിക്ക് അതാണ് ഈ അവസരത്തിൽ അങ്ങയോട് പറയാനുള്ളത്. അങ്ങക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ഇവിടെ അർപ്പിക്കുകയാണ്. ഇവിടെ ഈ വിഷയത്തെ അധികരിച്ച് ഒരുപാട് ആളുകൾ, വളരെ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഉസ്താദ് ബാപ്പു മുസ്ലിയാർ അടക്കമുള്ള ഓണംപള്ളി ഫൈസി, അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, അഡ്വക്കേറ്റ് സിദ്ദീഖ് അടക്കമുള്ളവർ സംസാരിച്ചു കഴിഞ്ഞു. എല്ലാവരും ഈ വിഷയത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത് എന്നതുകൊണ്ട് ഞാൻ അതിൽ പറഞ്ഞ ഏതാണ്ട് 99% സിദ്ദീഖിന്റേതും റിയാസിന്റെയും ഉൾപ്പെടെ ഏതാണ്ട്
99% അഭിപ്രായത്തെയും ഞാൻ പിന്താങ്ങുകയാണ്. അതിന് കൂടുതലായൊന്നും അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ലല്ലോ. അവർ പറഞ്ഞ അഭിപ്രായത്തെ ഞാൻ പിന്താങ്ങുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ മെയ് 24, 25 തീയതികളിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ 456 കുട്ടികളെ പാലക്കാട് റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ അവരോടൊപ്പം സഞ്ചരിച്ച അവരുടെ ഉസ്താദുമാർ ഇവിടെ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹാഫിളീങ്ങളടക്കമുള്ള പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിളീങ്ങളടക്കമുള്ള 8 ആളുകളെ പോലീസ് അന്ന് ഇവിടെ പ്രതിപാദിച്ചത് പ്രകാരം 370 IPC പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇന്നും ആ സാധുക്കൾ അഴിയെണ്ണി കഴിയുകയാണ്. ജീവിതത്തിൽ ഒരു നേരത്തെ നമസ്കാരം പോലും കളാക്കാത്ത, പരിശുദ്ധ ഖുർആന് വേണ്ടി മാത്രം ജീവിക്കുന്ന, പരിശുദ്ധ ഖുർആനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആത്മീയങ്ങളായ സാധുക്കളായ ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ട്. ഇന്നും അവർ നിയമത്തിന്റെ ഈ ഹറാസ്മെന്റിൽ അനുഭവിച്ചുകൊണ്ട് അഴിക്കുള്ളിൽ ജീവിക്കുകയാണ്. അള്ളാഹു വളരെ വേഗം അവർക്ക് പുറത്തു വരാൻ തൗഫീഖ് നൽകട്ടെ. ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ഇവിടെ പറഞ്ഞതുപോലെ പാലക്കാട് പോലീസ് കേസ് ചാർജ് ചെയ്ത വകുപ്പ് IPC 470 ക്ലോസ് സെക്ഷൻ 5 ആണ്, ആർട്ടിക്കിൾ 5 ആണ്, ബ്രാക്കറ്റ് 5 ആണ്. അത് ചാർജ് ചെയ്യാൻ ഈ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ചാർജ് ചെയ്യാനുള്ള അവകാശം ഈ അധികാരികൾക്കാർക്കുമില്ല. കാരണം ആ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ഈ ആളുകളൊന്നും ചെയ്തിട്ടില്ല. ആ FIR കള്ളത്തരത്തിൽ മനഃപൂർവ്വം കരുതിക്കൂട്ടി കെട്ടിച്ചമച്ചതാണ് എന്ന് യാതൊരു അർത്ഥശങ്കക്കും ഇടമില്ലാത്ത വിധത്തിൽ ഞാനിവിടെ ആരോപിക്കുകയാണ്. അതിന് കാരണക്കാരായവരുടെ പേരിൽ മാതൃകാപരമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഭരണകൂടത്തോട് പറയാനുള്ളത്. ഇവിടെ IPC 370 പ്രകാരം കേസെടുക്കണമെങ്കിൽ എന്തെല്ലാം വേണം? സിദ്ദീഖ് വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു. ആ FIR-ൽ വിശദമായി മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. FIR എഴുതിയ പാലക്കാട് ഒലവക്കോട് റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ, ആ മനുഷ്യൻ അതിൽ എഴുതിയിരിക്കുന്നു, 456 കുട്ടികളെ ചതി ചെയ്യുക, ചൂഷണം ചെയ്യുക, പീഡിപ്പിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെ ഇങ്ങനെ കടത്തിക്കൊണ്ടുവന്നത് 370 വകുപ്പ് പ്രകാരം IPC പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് എന്നുള്ള തരത്തിലാണ് എഴുതി വെച്ചത്. ഇയാളോട് ആരാ പറഞ്ഞത് ഇങ്ങനെ 370 IPC 370 പ്രകാരം ഇത് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞതാരാ? നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനായ അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയാണ് ഇങ്ങനെ ഒരു മെമ്മോ എഴുതി പോലീസിന് കൊടുത്തത്. വളരെ വ്യക്തമായി പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലോസ് ബാധകമാവുകയുള്ളൂ, അപ്ലിക്കബിൾ ആവുകയുള്ളൂ. നിയമപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞുവെച്ച ഈ കാര്യത്തിന് വിരുദ്ധമായി ഇങ്ങനെ ഒരു മെമ്മോ കൊടുക്കാനും ഒരു മെമ്മോ കിട്ടുന്നതിന് മുമ്പേ ആ വകുപ്പിട്ട് ചാർജ് ചെയ്യുവാനുമൊക്കെ ആരാ ഇയാൾക്ക് അധികാരം കൊടുത്തത്? എന്തടിസ്ഥാനത്തിലാണ് അവരിത് ചെയ്തത്? അവരിവിടെ സ്വന്തം കയ്യിൽ എത്തിപ്പെട്ട അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. അതിനെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ആദ്യമായി അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം നടത്തിയ ഒരു വിശദീകരണം, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ഞാനും ഈ വിഷയത്തിൽ 3ാമത്തെ ചർച്ചാ യോഗത്തിലാണ് ഇവിടെ സംബന്ധിക്കുന്നത്. അദ്ദേഹം ഈ 3 യോഗത്തിലും വളരെ വിശദമായ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം അത് പത്രക്കാരോട് പറയുകയും, മറിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട വസ്തുത പിന്നീടുള്ള എല്ലാ പത്രസമ്മേളനങ്ങളിലും ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗികമായ ഉന്നതാധികാര സമിതിയിലും കേരള നിയമസഭയിലും അദ്ദേഹം പറഞ്ഞു, ഇത് മനുഷ്യക്കടത്തല്ല എന്ന്. അതുപോലെ ഒരു പദവിയിലിരിക്കുന്ന, കേരളത്തിന്റെ ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടി കേരളത്തിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പിണറായി വിജയൻ പറഞ്ഞതിനെ സംബന്ധിച്ച് ഇവിടെ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അത് ഞാൻ നിഷേധിക്കുന്നില്ല.
എന്നാൽ VS അച്യുതാനന്ദൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഇന്നലത്തതിന്റെ തലേ ദിവസം കേരള നിയമസഭയിലും VS അച്യുതാനന്ദൻ പറഞ്ഞു മനുഷ്യക്കടത്ത് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിമിഷം വരെ അച്യുതാനന്ദൻ ഇത് മനുഷ്യക്കടത്ത് തന്നെയാണ് എന്നുള്ള നിലയിൽ നിൽക്കുകയാണ് എന്ന കാര്യം കൂടി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അതും കൂടിയും അദ്ദേഹം പരാമർശിക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും അങ്ങനെയുള്ള ചില കൊടിയ വർഗീയവാദികൾ ഇപ്പോഴും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരാ ചില മാധ്യമങ്ങൾ, ചില നിക്ഷിപ്ത താൽപര്യമുള്ള ചില മാധ്യമങ്ങളാണ് ഈ രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുപോയത്. അവരോട് എനിക്ക് വളരെ വിനയസ്വരത്തിലൊരു കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ നാട് ആ തരത്തിലാക്കരുത് നിങ്ങൾ. നമ്മുടെ മഹത്തായ രാജ്യം, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ സ്കൂളിൽ നിന്നും ചൊല്ലിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്, എല്ലാ ഇന്ത്യൻ പൗരന്മാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള നിലയിലും ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്നുള്ള നിലയിലും നമ്മളൊക്കെ ചൊല്ലിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിന്റെ അതിർത്തി വിട്ടാൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല മനുഷ്യർ നരകിക്കുന്നതിന്റെ കഥകൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇങ്ങനെയൊരു ചർച്ച നടത്തി ഈ സംസ്ഥാനം കൂടി അതിന്റെ പട്ടികയിലേക്ക് തള്ളണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാനിവിടെ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങളൊക്കെ ജീവൻ നൽകേണ്ടി വന്നാലും ഇവിടുത്തെ മതേതര സ്വഭാവം തകർക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ചില മാധ്യമങ്ങൾ ആ തരത്തിൽ ശ്രമിച്ചു. ചില കൊടിയ വർഗീയവാദികളെ കൊണ്ടുവന്നിരുത്തി ചില ആളുകളെയൊക്കെ വിചാരണ നടത്തി, മാധ്യമ ഹാങ്കറും അതുപോലെ ഈ കൊടിയ വർഗീയവാദികളുമൊക്കെ. ഒരവസരത്തിൽ ഒരു മാധ്യമത്തിലെ ചർച്ചയിൽ ഞാൻ തന്നെ പറഞ്ഞു, ഈ ചർച്ചയിൽ ഞാൻ ഇരിക്കുന്നില്ല, അപ്പുറത്തിരിക്കുന്ന സഹോദരി ഇവിടെ നിരന്തരമായി വർഗീയം പറയുകയാണ്. അവരിങ്ങനെ ഹിന്ദു പറഞ്ഞാൽ മുസ്ലിമായ ഞാൻ മുസ്ലിം പറഞ്ഞിവിടെ സംഘർഷമുണ്ടാക്കണം എന്നാണ് അവരുദ്ദേശിക്കുന്നത്. അത് തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാൻ അത്തരത്തിലുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയേണ്ടി വന്ന ഒരു മാധ്യമത്തിൽ എനിക്ക്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങളെപ്പോലെ കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ നമ്മുടെ മഹത്തായ കേരള സംസ്ഥാനത്ത്. അവരിലൊന്നുമില്ലാത്ത ഈ ഒരു വികാരം നിങ്ങളിൽ എങ്ങനെ കടന്നുകൂടി? അതെങ്ങനെ നിങ്ങളുടെ ഔദ്യോഗിക സ്വഭാവമായി വിളമ്പാൻ നിങ്ങൾക്ക് സാധിക്കുന്നു? സഹോദരന്മാരെ, പിന്തിരിയണം അതിൽ നിന്ന്. നമ്മുടെ നാട് കത്തിക്കരുത്, നമ്മുടെ നാട് ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും മറ്റെല്ലാ മതക്കാരും, ക്രൈസ്തവനും സിഖുകാരനും പാർസിയും എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള വഴിയൊരുക്കാൻ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട്. അവരതിന് മുന്നോട്ട് വരണമെന്ന് എളിമയോടുകൂടി ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഇന്നത്തെ ഒരു പത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. ഈ കുട്ടികളിൽപ്പെട്ട 123 കുട്ടികളെ അങ്ങ് ജാർഖണ്ഡിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു. അതിന് തലേ ദിവസത്തെ ഇന്നലത്തെ ഒരു പത്രത്തിൽ ഒരു കൗതുകകരമായൊരു ചിത്രമുണ്ട്. ഉത്തരേന്ത്യയിലെ ഒരു താറിട്ട റോട്ടിൽ ഒരു കോഴിമുട്ട ബുൾസൈ ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് ഇന്നലെ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കുവൈത്തിലേത് വേറെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇന്നത്തെ ഒരു പത്രത്തിൽ ആ വാർത്ത വായിച്ച് ഇതുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാട്ടെ. ഇവര് അവിടെ ചെന്ന് ജാർഖണ്ഡിൽ ചെന്നിറങ്ങി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ തലയെണ്ണി 1, 2, 3 എണ്ണി 123 കുട്ടികളെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ചുട്ടുപൊള്ളുന്ന മനുഷ്യൻ പോലും കരിഞ്ഞു പോകുന്ന ചുട്ടുപൊള്ളുന്ന കഠോരമായ ചൂടുള്ള ആ സംസ്ഥാനത്ത് ഇന്ന് ഉദ്യോഗസ്ഥന്മാർ ടെന്റുകളിലാക്കി ഇവരെ പരിശോധിക്കും. എന്നിട്ട് നാളെ മുതൽ വരുന്ന രക്ഷിതാക്കന്മാർക്ക് രേഖകളുമായി വരുന്ന രക്ഷിതാക്കൾക്ക് കൈമാറുമെന്ന പത്രവാർത്തയുള്ളത്. അപ്പൊ ഇന്നും നാളെയുമൊക്കെ അവരനുഭവിക്കേണ്ട ചൂടിന്റെ കാഠിന്യം എത്രയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു ശ്രീജിത്തിനെയും നമ്മൾ കാണാൻ സാധിക്കുന്നില്ലല്ലോ. മനുഷ്യാവകാശം കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനിങ്ങനെ യത്തീംഖാനകൾ തോറും കയറിയിറങ്ങി നടന്നിരുന്നു. അത് ഞാൻ വേറെ പറയുന്നുണ്ട്. ഇയാൾക്ക് എന്താ അതിനെപ്പറ്റിയുള്ള അവകാശമെന്ന് നമുക്കെങ്കിലും പഠിച്ചു കിടക്കണമല്ലോ. യത്തീംഖാനയിലെ ഈ കുട്ടികൾ യത്തീംഖാനയിലേക്ക് വന്നതെങ്ങനെയാ? മുക്ക മുസ്ലിം ഓർഫനേജിൽ പഠിക്കുന്ന കുട്ടികൾ
വെട്ടത്തൂരിലെ യത്തീംഖാനയിൽ പഠിക്കുന്ന കുട്ടികൾ, കേരളത്തിലെ വിവിധ യത്തീംഖാനകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവർ വെക്കേഷൻ വന്നപ്പോൾ നാട്ടിലേക്ക് നിയമാനുസൃതം പോയതാ. മുക്കത്ത് നിന്നും പോയ 3 ടീമുണ്ട് ഈ 2 ദിവസത്തെ ട്രെയിനുകളിലായി വന്നത്. ഒരു ടീം 177, വേറൊരു ടീം 79, വേറൊരു ടീം 9. ഇവർക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തു പോയതാ. ഒന്നിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെങ്കിൽ അതിന്റേതായ ചില നിയമപ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ഐഡന്റിറ്റിയുമായി ഞാനും നിങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ എവിടേക്കെങ്കിലും ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ഒരാൾക്ക് 6 പേർക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിലധികം 25 വരെയാണെങ്കിൽ ഇവിടുത്തെ റെയിൽവേ ഡിവിഷണൽ മാനേജറെ നമുക്ക് ഒന്നിച്ച് 25 പേർക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കി തെളിവ് ഹാജരാക്കി അദ്ദേഹത്തിൽ നിന്നും പെർമിഷൻ വാങ്ങണമെങ്കിലേ റിസർവേഷൻ കൗണ്ടറിൽ നിന്ന് നമുക്ക് 25 പേർക്ക് ഒന്നിച്ച് ടിക്കറ്റ് കിട്ടുകയുള്ളൂ. 25-ലധികമാണെങ്കിലോ അത് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജറെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്നും ഒരു പെർമിഷൻ വാങ്ങണം. നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ലഭ്യമാകണമെങ്കിൽ ഇവിടെ 177 കുട്ടികൾക്ക് ജാർഖണ്ഡിലേക്കും അവിടെ നിന്ന് തിരിച്ചും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചും ഷെഡ്യൂൾ ചെയ്ത് ടിക്കറ്റ് വാങ്ങിയെന്ന് മാത്രമല്ല, ഒന്നിച്ച് ഗ്രൂപ്പായി ടിക്കറ്റ് വാങ്ങിയെന്ന് മാത്രമല്ല, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള കൺസെഷനും അതിൽ നേടിയെടുക്കുകയുണ്ടായി. യഥാർത്ഥ രേഖകളൊക്കെ കാട്ടി. റെയിൽവേ ഇതൊക്കെ രേഖകൾ കാട്ടാതെ കിട്ടുകയില്ല. ഈ കാര്യത്തിലൊന്നും വെറുതെ അങ്ങ് പോയാൽ ടിക്കറ്റ് കിട്ടുകയില്ല. കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് എന്നുള്ള നിലയിൽ അവർക്ക് നിയമപ്രകാരം അനുവദിച്ച കൺസെഷൻ വാങ്ങി അതിനനുസരിച്ച് ടിക്കറ്റ് എടുത്ത് അങ്ങ് ജാർഖണ്ഡിൽ പോയി അവിടെ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് ഓണല്ല അത് പള്ളിയിൽ നിന്നാണ് പെട്ടെന്ന് നിർത്തട്ടോ. മധുവിനുറവു പടച്ച സൂര്യചന്ദ്രനുവാനിൽ വഴികാണിച്ചവനായ സർവലോക പരിപാലകന സുബ്ഹാനവന്നെ സർവസ്തുതിയും, സുബ്ഹാനവന്നെ സർവസ്തുതിയും. രാഗങ്ങൾ എൻ രാഗങ്ങൾ, മോഹങ്ങൾ മമ മോഹങ്ങൾ. രാഗങ്ങൾ എൻ രാഗങ്ങൾ, മോഹങ്ങൾ മമ മോഹങ്ങൾ. അല്ലാ നിന്നോട് മാത്രം, അല്ലാ അല്ലാ നിന്നോട് മാത്രം, അല്ലാ നിന്നോട് മാത്രം. നിയമപ്രകാരം ടിക്കറ്റും രേഖകളുമായി സഞ്ചരിച്ച 265 കുട്ടികൾ ഈ 456 കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ എങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാർ 456 കുട്ടികളെ ഇങ്ങനെ കടത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കേസുണ്ടാക്കുന്നത്? 265 പേർക്ക് രേഖയുണ്ട്. അത് പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ അവരുടെ എത്തിങ്ങാനകളിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അവരൊക്കെ എത്തിങ്ങാനകളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ 123 ആളുകളാ ഇന്നലെ പോയത്, മിഞ്ഞാന്ന് പോയത്. ഇന്ന് പോകുന്നത് 100-ൽ താഴെയുള്ള ആളുകളാണ്. അത് കഴിഞ്ഞാൽ ഈ മടക്കിയാക്കലും തീർന്ന്. അപ്പൊ എങ്ങനെ ഈ 456 പേരെയും നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവരുന്നതാകുന്നത്? ഈ ഷെരീഫ് അതിന് ഉത്തരം പറയണ്ടേ? ഈ പാലക്കാട് ഒലവക്കോട് റെയിൽവേ പോലീസ് അതിന് ഉത്തരം പറയേണ്ടതില്ലേ? അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരോട് ചോദിക്കാൻ ഇവിടെ ഭരണ സംവിധാനമില്ലേ? അവരത് നിർവഹിക്കണ്ടേ? അവരത് നിർവഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു യത്തീംഖാനകളോട് ഇങ്ങനെ ഒരു ക്രൂരത എന്തിന് കാണിച്ചു? എന്തിനാണ് ഇങ്ങനെയുള്ളൊരു പുകമറ ഇവിടെ ഉണ്ടാക്കിയത്? അത് ഈ നാടിനെ നാളെ ഭയാനകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നില്ലേ? അധികാരികൾ അതാണ് ചിന്തിക്കേണ്ടത്. അതിനെ സംബന്ധിച്ചാ പരിശോധിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് അതാണ്. അന്വേഷിക്കാൻ പറഞ്ഞ വി എസ് അച്യുതാനന്ദൻ പോലും ചിന്തിക്കേണ്ടത് ഇത്തരത്തിലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ആഭ്യന്തരമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും ഈ തരത്തിൽ അന്വേഷണം നടത്തണമെന്ന് കൂടി ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. ആരാണോ അതിന്റെ ബന്ധപ്പെട്ട കൺസേൺഡ് മന്ത്രിയെങ്കിൽ ആ മന്ത്രി ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരു എൻക്വയറി ഓഫീസർ മാത്രമായ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ഇത് കേൾക്കുമ്പോഴത്തിന് പാഞ്ഞവിടെത്തി. എന്നിട്ട് അവിടെ നിന്നും ഈ കുട്ടികളൊക്കെ വിചാരണ ചെയ്യുന്നു. എന്നിട്ട് ആ വിചാരണയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വൈകുന്നേരം മാധ്യമങ്ങളിൽ നിന്ന് വിധി പറയുന്നു. എന്താ ഈ മനുഷ്യന് അതിനുള്ള അധികാരം? ഗവൺമെന്റ് പരിശോധിക്കണം ശ്രീജിത്ത് എന്തടിസ്ഥാനത്തിലായി ഈ കാര്യം ചെയ്തതെങ്കിൽ. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അവർക്കും ഒരു നിയമത്തിന്റെ പരിരക്ഷയും നിയമത്തിന്റെ അതിർവരമ്പുകളും ഗവൺമെന്റ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ 36-ാമത്തെ സെക്ഷനിൽ പറയുന്നത് ഇവരിടപെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട്, മറ്റൊരു കമ്മീഷന്റെയോ ഏതെങ്കിലും ജുഡീഷ്യൽ സംവിധാനത്തിന്റെയോ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ ഇവർക്ക് ഇടപെടാനേ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഈ കേസാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഒരു ജുഡീഷ്യൽ സംവിധാനമാണ്. ജുഡീഷ്യറിയുടെ പദവിയിലുള്ള ഒരു സംവിധാനമാണ് ആ കമ്മിറ്റി. പിന്നെ അതുകൂടാതെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷന്റെ പരിഗണനയുണ്ട് ഇതിന്. ആ കമ്മീഷൻ ചൈൽഡ് ജസ്റ്റിസ് കമ്മീഷനാണ്. ആ കമ്മീഷന്റെ പരിധിയിലുള്ള വിഷയം മനുഷ്യാവകാശ കമ്മീഷനോ എത്തി നോക്കാൻ പോലും പാടില്ലാത്തതാണ്. രണ്ടായി. മൂന്നാമത്തത് ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വീരാൻകുട്ടി ചെയർമാനായ കമ്മീഷനും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3 എണ്ണമായി. അതിനൊക്കെ പുറമെ ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് CJM കോടതിയുടെയും പരിഗണനയിൽ ഈ കാര്യമുണ്ട്. പിന്നെ എന്താ ശ്രീജിത്തിന് അവിടെ കാര്യം? ഇതിനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ശ്രീജിത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ ശ്രീജിത്തിന്റെ പണിയുന്നതാ ഈ ഉദ്യോഗസ്ഥന്മാർ ചെല്ലുന്ന യത്തീംഖാനകളിലൊക്കെ ശ്രീജിത്തും ചെല്ലുന്നു കൂടെ. എന്നിട്ട് അവിടെ നിന്ന് പോയ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇവരെങ്ങട്ടാ പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് യത്തീംഖാനകളുടെ അധികാരികളെ ഹറാസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ കൂടെ ഇദ്ദേഹം മുക്കത്തും വന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ബീഹാറിലെ ചൈൽഡ് വെൽഫെയർ കമ്മീഷന്റെ അംഗങ്ങളോടൊത്താണ് ഇവർ വന്നത്. അപ്പൊ അവർ വന്ന ആ കുട്ടികളുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദിയിലാണ് ഇവർ സംസാരിക്കുന്നത്. കുട്ടികൾ ഹിന്ദിയിൽ മറുപടിയും പറയുന്നുണ്ട്. അപ്പൊ ഇയാള് അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുക, ഹിന്ദിയിൽ പറയുകയാണ്, ഒന്ന് പേടിപ്പിച്ചാലേ കുട്ടികൾ സത്യം പറയുള്ളൂ. ആദ്യം പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. രണ്ടാമത് പറഞ്ഞപ്പോൾ നമ്മളെ മുഹമ്മദ് മാനാജി, അദ്ദേഹം ഹിന്ദിയും ഉറുദു ഒക്കെ സംസാരിക്കാനുള്ളൂ. മുഹമ്മദ് മാനാജി ഹിന്ദിയിൽ ഇദ്ദേഹത്തെ കുറെ അങ്ങ് പറഞ്ഞ്, പഠിക്കുന്നവരൊന്നും ഹിന്ദി അറിയാത്ത ആളുകളാണ് എന്ന് കരുതിയിട്ടാണ് താങ്കൾ ഇത് പറയുന്നതെങ്കിൽ എന്ന് പറഞ്ഞ് മുഹമ്മദ് മാനാജിയുടെ ഭാഷയിൽ കുറെ പറഞ്ഞ് അന്ന് തലയും താത്തി അവിടെ നിന്ന് പോന്നതാ. ഇയാൾക്ക് എന്താ ഇതിലുള്ള പ്രത്യേക ഉദ്ദേശം? ഇത് അന്വേഷിക്കണമെന്ന്, ശ്രീജിത്തിന്റെ ഇതിലുള്ള പ്രവൃത്തികളെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഈ സംഗമം ഒരു പ്രമേയം പാസ്സാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ അവതാരകനായി ഞാനൊരു പ്രമേയം ഇവിടെ വാക്കാൽ അവതരിപ്പിക്കുകയാണ്. ശ്രീജിത്തിന്റെ ഈ കാര്യത്തിലെ ഇടപെടലിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊരു അന്വേഷണമാണോ വേണ്ടതാണ്? എന്താ ഇയാൾക്കിവിടെ കാര്യം? അധികാരമില്ലാത്തടത്ത് ചെന്നിരുന്ന് 3 ദിവസം അവിടെ ചെന്ന് കുട്ടികളോട് ചോദിക്കുന്നു, പോലീസിനോട് ചോദിക്കുന്നു, രാത്രിയായാൽ മാധ്യമങ്ങളിൽ വന്ന് വിചാരണ നടത്തുന്നു, വിധിയും പറയുന്നു. ഈ മനുഷ്യൻ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞാടിയതിന്റെ ഉദ്ദേശം എന്താണ്? അത് അറിയാൻ ഇവിടുത്തെ ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങൾക്കും അവകാശമുണ്ട്. ഞങ്ങളും ഇവിടുത്തെ പൗരന്മാരല്ലേ, ഞങ്ങൾക്കും ചില അവകാശമുണ്ട്, അറിയാനുള്ള അവകാശം എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ നല്ല സമ്മാനങ്ങളിൽ ഒരു സമ്മാനമായി ഇന്നും ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയേണ്ടേ എന്താ ഇയാൾക്ക് അവിടെ കാര്യം, ഇയാളെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അത് അന്വേഷിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാവണമെന്ന് ഈ സംഗമത്തിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. അത് വാക്കാൽ അവതരിപ്പിക്കുകയാണ്. ഇത് പരിശോധിക്കണ്ടേ? ഇവിടെ എന്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് പറഞ്ഞു, ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി മതേതരമായി യത്തീംഖാനകൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. ആ അഭിപ്രായത്തിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ ഇവിടെ എങ്ങാനും വേറെ ഏതെങ്കിലും മതത്തിലെ കുട്ടികളെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ ശ്രീജിത്തിനെ പോലെയുള്ള ആളുകൾ ഏത് വഴിക്ക് പോകും? ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ നിങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വാർത്താ മാധ്യമങ്ങളൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ ഈ കുട്ടികളെ മതം മാറ്റുന്നു എന്ന് പറയില്ലേ? എങ്ങനെയാ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കുക? ഈ അഭിപ്രായം പ്രകടിപ്പിച്ച പിണറായി വിജയനും ഞാൻ പങ്കെടുത്ത എല്ലാ ചർച്ചാ യോഗങ്ങളിലും ആ വിഷയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് റഫീഖും ഇതിന്റെ ഒരു വിശദീകരണം നൽകണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് അന്യ
സമുദായക്കാരായ കുട്ടികളെയും കൂട്ടം കൂട്ടമായി ഈ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകാൻ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ സ്ഥാപനങ്ങളിലൊക്കെ ആവശ്യത്തിന് അത്തരത്തിലുള്ള കുട്ടികളുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല. തിരൂരങ്ങാടി യത്തീംഖാനയിലെ പ്രോഡക്റ്റല്ലേ ഇവിടെ റിയാസ് തന്നെ ഉദ്ധരിച്ച നമ്മുടെ കേരള നിയമനിർമ്മാണ സഭയിൽ പലവട്ടം അംഗമായിരുന്ന മഞ്ചേരിയുടെയും കുന്നമംഗലത്തിന്റെയും പ്രാതിനിധ്യം വഹിച്ച നമ്മുടെ KP രാമൻ മാസ്റ്റർ അവർ അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ആചാരപ്രകാരം ജീവിച്ച ആളല്ലേ? ആരെങ്കിലും അദ്ദേഹത്തെ നിർബന്ധിച്ചോ? തിരുവങ്ങാടി യത്തീംഖാനയിലോ അതല്ലെങ്കിൽ അദ്ദേഹം ചേർന്ന പാർട്ടിയിലോ ഭൂരിപക്ഷമുള്ള ഒരു സമൂഹം KP രാമൻ മാസ്റ്റർ ഏതെങ്കിലും തരത്തിൽ നിർബന്ധം ചെലുത്തിയോ? അദ്ദേഹം കേരള നിയമസഭയുടെ അംഗമായിരുന്നിട്ടുണ്ട്. കേരളത്തിലെ PSC അംഗമായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. അതുപോലെ തന്നെ കേരള ഖാദി ബോർഡിന്റെ ഏറ്റവും പരമോന്നത സ്ഥാനമായ വൈസ് ചെയർമാൻ പദവിയിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം വിശ്വസിച്ച അദ്ദേഹം ജനിച്ച മതത്തിന്റെ ആചാരപ്രകാരം തലക്കൽ കത്തിച്ചു വെക്കേണ്ട ചന്ദൻ തിരികളിൽ ഒരെണ്ണം പോലും കുറച്ചിട്ടില്ലല്ലോ, കുറയ്ക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് കത്തിക്കാൻ പ്രോത്സാഹനം നൽകിയവരല്ലേ ഞങ്ങൾ? അങ്ങനെ എത്ര സംഭവങ്ങൾ യത്തീംഖാനകളുമായി യത്തീംഖാനയിലെ അന്തേവാസികളായി വളർന്നു വന്ന അന്യ സമുദായത്തിലെ അംഗങ്ങളെ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നു ഇവിടുത്തെ ഈ മാധ്യമങ്ങളെ. അവരെങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കുട്ടികൾ മദ്രസയിൽ വന്ന് സലാത്ത് ചെല്ലുന്നത് കണ്ട് ആ സലാത്തിൽ ആകൃഷ്ടരായി ഇവരെങ്ങാനും സലാത്ത് ചെല്ലാൻ പഠിക്കണമെന്നുള്ള നിലയിൽ മദ്രസയിൽ വന്നാൽ സലാത്തല്ലേ പഠിച്ചോട്ടെ എന്നുള്ള നിലക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത് നാളെ മതം മാറ്റാനാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ക്രൂശിക്കാൻ ഈ മാധ്യമ സമൂഹം മുന്നോട്ട് വരില്ല എന്നതിന് എന്താ ഉറപ്പ്? അതിനെന്താ ഇവിടെ സംരക്ഷണം? മുന്നോട്ട് വന്നാൽ നേരെ വന്ന് ഇതുപോലെയുള്ള 370 പോലെയുള്ള അതിലും കഠോരമായ വകുപ്പുകൾ ചേർത്ത് ഞങ്ങളെയൊക്കെ കൊണ്ടുപോയി ഈ യത്തീംഖാനകൾ അനാഥ മക്കളെ സംരക്ഷിക്കുക. അത് സംരക്ഷിക്കുന്നവന് ഒരുപാട് സന്തോഷ വാർത്തകൾ അള്ളാഹുവും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മോട് പറഞ്ഞു തന്നതിന്റെ ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ അവിടെ ചെന്നാൽ മഹ്ശറയിലെ വിചാരണയിലെങ്കിലും ഒരു പദമുണ്ടാകുമെന്നുള്ള നിലയിൽ ഈ പ്രവർത്തനം നടത്തുന്നവർക്കൊക്കെ കൽത്തറും കായിരിക്കലും ഇവിടുത്തെ അവസ്ഥ. അത് നേടിക്കൊടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇപ്പറഞ്ഞ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും ആ കൂട്ടത്തിലാണ് എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പറഞ്ഞ മാധ്യമങ്ങൾ മത്സരിച്ച് ഇവിടെ ഹറാസ്മെന്റ് നടത്തുകയില്ല ആ സമൂഹത്തെ. അതിനെന്താ ഉറപ്പുള്ളത്? ഒരു ഉറപ്പില്ലല്ലോ. മതേതര സമൂഹം ഇവിടെ നിലനിൽക്കണം. മതേതരം എന്ന് പറഞ്ഞാൽ സമൂഹം എല്ലാ മതങ്ങളും മത ജാതി ഭേദമന്യേ ഏകോദര സഹോദരങ്ങളെപ്പോലെ രാജ്യത്തെ ഒരേ പൗരന്മാർ എന്നുള്ള നിലയിൽ സൗഹാർദ്ദത്തിലും രഞ്ജിപ്പിലും ജീവിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അതല്ലേ? അതിനുവേണ്ടി ഞങ്ങളൊക്കെ അങ്ങേയറ്റം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം കൂടിയാണ് ഈ അനാഥശാലകൾ. ഈ അനാഥശാലകളിൽ അവിടെ നിന്നൊക്കെ ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെ പഠിപ്പിച്ചു വിട്ടിട്ടില്ലെങ്കിൽ അവർക്ക് അവിടെ സംവിധാനമില്ല. അവിടെ സംവിധാനമില്ല എന്ന് സമ്മതിക്കാൻ തയ്യാറല്ലാത്ത ഭരണാധികാരികളാണ് അവിടെയുള്ളത്. അതല്ലേ അവിടെ ചെന്ന് ഇവിടെ വന്നപ്പോൾ ഈ കുട്ടികൾ ഭക്ഷണം കൊടുത്തവർക്ക് കേരള ഗവൺമെന്റിന്റെ ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി ഭക്ഷണം കൊടുത്തു. ആദ്യം സാമ്പാർ വിളമ്പി നോക്കി, കുട്ടികൾക്ക് അത് പറ്റൂല. സാമ്പാർ പറ്റായിട്ടാണ് എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥന്മാർ മീൻകറി കൊണ്ടുകൊടുത്തു. അതും കുട്ടികൾക്ക് കഴിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഇറച്ചിക്കറി കൊടുത്തു. അതല്ലേ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി, നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിലേതെങ്കിലും ഒന്നാണല്ലോ കേരളീയർ ഭക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ കുട്ടികൾക്ക് കൊടുക്കാൻ പാകത്തിലുള്ളത് ഇതൊക്കെയാണ്. ഒന്നുകിൽ സാമ്പാർ, അല്ലെങ്കിൽ പച്ചക്കറി കറി, അല്ലെങ്കിൽ ഇറച്ചിക്കറി, അല്ലെങ്കിൽ മീൻകറി. ഇതൊക്കെ കൊണ്ടുകൊടുത്തിട്ട് കുട്ടികൾ ചോറ് കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. കുട്ടികളൊക്കെ നിഷേധിക്കുകയാണ്. അവസാനം ഇവരെ അറിയുന്ന, ഈ നാടിനെ അറിയുന്ന ഒരാൾ വന്ന്, ഇന്ത്യ അറിയുന്ന ഒരാൾ വന്ന് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കി എന്താ സംഭവം. ഇവർക്ക് അരി വേവിച്ച ചോറിന്റെ വറ്റും അതിന്റെ കൂടെ ഉപ്പും കൂട്ടിയിട്ടാണ് അവര് ജനിച്ചത് മുതൽ ഓർമ്മ വെച്ചത്, ഭക്ഷണം കഴിക്കാനായത് മുതൽ ഇതുവരെ കഴിച്ചത്. വേറെ ഒന്നും അവർ കണ്ടിട്ടില്ല. അത് മാത്രമേ അവർക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചോറ് വേറെയും ഉപ്പ് വേറെ പാത്രത്തിലും കൊണ്ടു കൊടുത്തപ്പോൾ ചോറെടുത്ത് അതിൽ ഉപ്പിട്ട് ഉരുട്ടി ആ സാധുക്കൾ തിന്നുന്ന രംഗം ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെ, ഇതുപോലെയുള്ള നിക്ഷിപ്ത താല്പര്യക്കാരല്ലാത്ത വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ ലോകത്തെ അറിയിച്ചിട്ടില്ലേ? കണ്ണു പറഞ്ഞിട്ടില്ലേ ആ വാർത്ത വായിക്കുമ്പോൾ? എന്നിട്ട് പോലും ഈ നിക്ഷിപ്ത താല്പര്യമുള്ള വാർത്ത പറയുന്നവൻ ഈ കാര്യത്തിലേക്ക് ചിന്തിച്ചിട്ടില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് തെളിവായി നമുക്കറിയാലോ, എല്ലാ ദിവസവും നമ്മുടെ മലയാള പത്രങ്ങളിൽ, ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടില്ല, ചില പത്രങ്ങളിൽ മാത്രം, ചില പത്രം അതും തമസ്കരിച്ചിരിക്കുന്നു.
ഇന്ത്യയിലൊട്ടാകെ ബലാത്സംഗമാണ് നടക്കുന്നത് എല്ലാ ദിവസവും. ഇന്നലെ വരെയുള്ള പത്രത്തിലുണ്ട്. ഇന്നലെ 13കാരിയെ ബലാത്സംഗം ചെയ്ത വിവരമാണുള്ളത്. അതിന്റെ തലേന്ന് 13-14 വയസ്സുകാരികളായ 2 കുട്ടികളെ ബലാത്സംഗം ചെയ്തതിന്റെ കഥയാണുള്ളത്. അങ്ങനെ പോയി കഴിഞ്ഞ 9 ദിവസം പിറകോട്ട് പോയാൽ കഴിഞ്ഞ പിറകോട്ട് 9ാമത്തെ ദിവസത്തിലെ വാർത്ത എന്താ? ഉത്തരേന്ത്യയിലെ ഒരു ജഡ്ജിയായ വനിതാ ജഡ്ജിയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. എത്ര മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു. ഇത് ആഘോഷമാക്കിയ മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തോ ഈ സമൂഹത്തിലേക്ക്? എന്താ അതൊരു വാർത്തയല്ലേ നിങ്ങൾക്ക്? ഒരു ജഡ്ജിയെ, ഒരു നീതിപീഠത്തിലിരിക്കുന്ന വനിതാ ജഡ്ജിയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അത് മുതൽ കീപ്പോട്ട് ആ 9 ദിവസം എടുത്തു നോക്കിയാൽ എല്ലാ ദിവസവും ഉത്തരേന്ത്യയിൽ, കേരളം ഒഴിച്ചുള്ള ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ 13, 14, 15, 16 വയസ്സുകളുള്ള പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നു. ഒരു വാർത്തയാക്കാൻ പോലും ഈ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. എന്നാൽ ഈ അനാഥകളെ കൊണ്ടുവന്ന് ഭക്ഷണം കിട്ടാത്ത പട്ടിണി പാവങ്ങളായ ഈ സാധുക്കളെ കൊണ്ടുവന്ന് ഇവിടെ ഭക്ഷണം കൊടുത്ത് വിദ്യ കൊടുത്ത് നല്ല മനുഷ്യന്മാരാക്കി ആ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ സതുദ്ദേശത്തോടുകൂടി ചെയ്ത ഒരു സംഗതിയെ ഒരു മഹാപാതകമായി ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അപരാധമായി ചിത്രീകരിച്ച നിങ്ങളെ വെറുതെ വിടുമോ ഈ സമൂഹം? നിങ്ങൾക്ക് ഭാവിയിൽ അതിനൊക്കെ കനത്ത വില നൽകേണ്ടി വരും എന്നുകൂടി ഈ സാന്ദർഭികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഒരുപാട് പണ്ഡിതന്മാർ, വലിയ വലിയ പ്രാസംഗികന്മാർ, സമൂഹം ആദരിക്കുന്ന പ്രാസംഗികന്മാരൊക്കെ ഈ വേദിയിലുണ്ട്. അവരെ നിർത്തി ഞാൻ അധികം പറയുന്നത് ഉചിതമല്ല എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രമേയം വാക്കാൽ ഞാൻ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പിന്മാറുകയാണ്. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.